ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട് ഈ സിനിമയുടെ കാര്യത്തിൽ. എനിക്ക് അതിലാദ്യത്തേത് ഇന്നസെൻ്റ് ഏട്ടനാണ്. വിയറ്റ്നാം കോളനിക്ക് ശേഷം ഏതാണ്ട് 21 വർഷമാകുന്നു ഞാൻ മോഹൻലാലും കൂടി ഒരു സിനിമ ചെയ്യുന്നത്. അത് ഒരു 4 വർഷം മുൻപ് ഇന്നസെൻ്റ് ഏട്ടനാണത് സൂചിപ്പിച്ചത്. എന്താണ് നിങ്ങളും മോഹൻലാലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ എന്താണ് ലാലിനെ വെച്ച് പടം ചെയ്യാത്തത്? അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ശരിയാണ്, വിയറ്റ്നാം കോളനിക്ക് ശേഷം മോഹൻലാലുമായി ഒരു പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ഇന്നസെൻ്റ് ഏട്ടാ, അത് സംഭവിച്ചില്ല. എങ്കിലിനി താമസിക്കരുത്, ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആ വാക്കിലാണ് ഇമ്മീഡിയറ്റായിട്ട് ഇന്നസെൻ്റ് ഏട്ടൻ മോഹൻലാലിനെ വിളിച്ച് പറയുകയും ലാല് സംസാരിക്കുകയും ലാല് പറഞ്ഞു ആൻ്റണി വരും. അങ്ങനെ ആൻ്റണി വരികയും ഏതാണ്ട് 4 വർഷം മുൻപാണ് ഈ സിനിമ ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചത്. അതിനുശേഷം ബോഡി ഗാർഡ് വന്നു. ബോഡി ഗാർഡിന് ശേഷം ചെയ്യേണ്ട സിനിമയാണ്, ആക്ച്വൽ മലയാളം സിനിമയാണ് ഈ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതിനുശേഷം തമിഴിൽ അവസരം വന്നപ്പോൾ ഞാൻ ലാലിനെയും ആൻ്റണിയെയും പോയി നേരിട്ട് കണ്ട് പറഞ്ഞു ഈ സിനിമ തന്നെ തമിഴിൽ ചെയ്യാൻ എനിക്ക് ഓഫർ വന്നിരിക്കുകയാണ്. അപ്പോൾ ലാല് പറഞ്ഞു അതിനെന്താ സന്തോഷം, തമിഴ് കഴിഞ്ഞിട്ട് മതി നമുക്ക് നമ്മുടെ പടമെന്ന്. തമിഴ് കഴിഞ്ഞ ഉടനെ ഹിന്ദി പ്രോജക്റ്റ് വന്നു. സൽമാൻ ഖാൻ ഇതിൽ അഭിനയിക്കാൻ തയ്യാറായി വന്നപ്പോൾ ഞാൻ വീണ്ടും ലാലിനെയും ആൻ്റണിയെയും പോയി കണ്ടു പറഞ്ഞു ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഈ സിനിമ ഹിന്ദിയിൽ ചെയ്യാൻ എനിക്ക് ഓഫർ വന്നിരിക്കുകയാണ്. ആക്ച്വൽ ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ സിനിമയാണ്, മോഹൻലാൽ സിനിമയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ലാല് പറഞ്ഞു സന്തോഷം, പോയി ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് വീണ്ടും എനിക്ക് തെലുങ്ക് സിനിമ വന്നു. അപ്പോൾ ഞാനായിട്ട് തന്നെ തെലുങ്ക് സിനിമ ഒഴിവാക്കി. കാരണം 2-3 പ്രാവശ്യം ഒരു മഹാനടൻ്റെ ഡേറ്റ് മാറ്റിവെച്ചിട്ടാണ് ഞാൻ മറ്റു ഭാഷകളിലേക്ക് പോയത്. അതുകൊണ്ട് തെലുങ്ക് സിനിമ ഞാൻ ചെയ്യാതെ അത് വിട്ടിട്ട് ഞാൻ മലയാളത്തിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. ഇനി വേറൊരു നിമിത്തവും കൂടിയുണ്ട്. ഞാൻ ഈസ്റ്റ് കോസ്റ്റ് വിജയനുമായിട്ട് 92-ലാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ് ഷോ. അതിൻ്റെ ക്ലിപ്പിങ്സാണ് നിങ്ങളിന്ന് കണ്ടത്. അതിനുശേഷം 94-ൽ മമ്മൂക്കയായിട്ടുള്ള ഷോ. ഈ 2 ഷോയും ഞങ്ങൾ വലിയ വിജയമായിരുന്നു. ആ ഈസ്റ്റ് കോസ്റ്റ് വിജയനുമായിട്ട് വീണ്ടും സഹകരിക്കാനും ഈ സിനിമയുടെ ഓഡിയോ CD വഴി സാധിച്ചു. അത് റിലീസ് ചെയ്യുന്നത് ഈസ്റ്റ് കോസ്റ്റാണ് എന്ന് പറയുമ്പോൾ അതും ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ എന്നോടൊപ്പം സഹകരിച്ച താരങ്ങൾ, ആർട്ടിസ്റ്റുകൾ, ലാലിനോട് ഞാൻ ആക്ച്വലി ഈ കഥയല്ല ആദ്യം പറഞ്ഞത്, മറ്റൊരു കഥയാണ്. അത് ഇഷ്ടപ്പെടുകയും അത് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ചർച്ചകളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ലാല് ചോദിച്ചു ഇതിന് മുൻപ് ഒരു കള്ളുകുടിയൻ്റെ കഥയുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ വേണ്ട ലാൽ, കാരണം ഇമ്മീഡിയറ്റ് സ്പിരിറ്റ് വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കള്ളുകുടിയൻ എങ്ങനെയാണ് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞാനത് മാറ്റിവെച്ചു. നല്ല ടൈറ്റിലും ഒക്കെ ഇട്ട് ഞാനത് മാറ്റിവെച്ചിട്ടുണ്ട്, നമുക്കത് പിന്നീട് ഒരിക്കൽ ചെയ്യാം. എന്താണ് അതിൻ്റെ കഥ, എന്താണ് അതിൻ്റെ പേര് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നാണ് ടൈറ്റിലൊക്കെ ഇട്ടത്, പക്ഷേ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിലും കഥ കേൾക്കട്ടെ എന്ന് പറയുകയും ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ആ കഥ പറയുകയും ചെയ്തപ്പോൾ ലാല് പറഞ്ഞു എന്തിനിത് മാറ്റിവെക്കണം, ഇത് നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാം. നിങ്ങൾ സ്പിരിറ്റിലെ കഥാപാത്രത്തെ ശ്രദ്ധിക്കണ്ട, അതല്ലാത്ത മറ്റൊരു കള്ളുകുടിയനെ അത് എനിക്ക് വിട്ടേക്ക്, അത് ഞാൻ കൈകാര്യം ചെയ്തതാണ്. ആ മഹാനടൻ്റെ കോൺഫിഡൻസാണ് ഈ സിനിമ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് അദ്ദേഹം അക്ഷരം പ്രതിപാലിച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ തന്നെ സിനിമയായ അയാൾ കഥ എഴുതുകയാണ്, എൻ്റെ കഥയാണ് കമൽ ചെയ്തത്. അതിലെ കള്ളുകുടിയനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്പർ 20-ലെ ഒരു മദ്യപാനിയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സ്പിരിറ്റിലെ മദ്യപാനിയെ കണ്ടു കഴിഞ്ഞു. ഹലോയിലെ മദ്യപാനിയെ കണ്ടു കഴിഞ്ഞു. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായ ഒരു മദ്യപാനിയാണ് ലാൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മോഹൻലാലിന് മാത്രമേ ഇങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴും എൻ്റെ മുൻപിലുള്ള ഒരു ചലഞ്ചാണ് ഈ കഥാപാത്രം. ഇത് തമിഴിലും ഹിന്ദിയിലും ഒക്കെ ചെയ്യാൻ പല ആളുകളും എന്നോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാനത് സിനിമ റിലീസ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിലെ പേടി, ഈ വേഷം ഇതുപോലെ ചെയ്യാൻ ഇന്ത്യയിൽ ആരാ ഉള്ളത്? അത്രയും ഗംഭീരമായിട്ടാണ് എനിക്ക്
ലാലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വന്നിരിക്കുന്ന മറ്റു ഈ ലേഡീസ് കഥാപാത്രങ്ങൾ എല്ലാവരെയും ഞാൻ ഫോണിൽ വിളിച്ചു. മീരയെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ടാണ് ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ മീരയോട് പറഞ്ഞത്. മീര പറഞ്ഞു, ഞാൻ ഇതിൽ അഭിനയിക്കുന്നു, ഈ കഥാപാത്രം ഞാൻ അഭിനയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മമതയും പിന്നീട് പത്മപ്രിയയും മിത്രയും എല്ലാവരും. അവരൊക്കെ ഒരുപാട് എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ഗംഭീര പെർഫോമൻസാണ് ഇതിലെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് അടുത്ത നന്ദി പറയാനുള്ളത് എൻ്റെ വലം കൈ എന്ന് തന്നെ പറയാം, സതീഷാണ്. സതീഷ് ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഈ ന്യൂ ജനറേഷനുകാരൊക്കെ നമ്മളുമായിട്ട് സിങ്ക് ആവുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഉണ്ണിയോടാണ് ചോദിച്ചത്, ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, സതീഷ് എങ്ങനെയാണ്? അപ്പോൾ ഉണ്ണി പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ആളാണ്, വളരെ ഫാസ്റ്റാണ്, വളരെ സിമ്പിളാണ്, നല്ല വർക്കുമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ണി പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിലൊരു മാർജിൻ ഇട്ടാണ് വെച്ചത്. പക്ഷേ അതിനും അപ്പുറത്താണ് എനിക്ക് സതീഷിൽ നിന്ന് കിട്ടിയ സഹകരമായ റിസൾട്ട്. സതീഷിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ ആകസ്മികമായിട്ടാണ് രതീഷ് വേഗ ഈ സിനിമയുടെ സംഗീത സംവിധായകനായി എത്തുന്നത്. ഞാൻ മനസ്സിൽ വെച്ചിരുന്ന ഒരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലും ഞാനുമായിട്ട് ഈ സിനിമയുടെ ഡിസ്കഷന് പലപ്പോഴും ഈ സിനിമയുടെ ജോഷി സാറിൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോവുകയും അവിടെ തിരിച്ചു വരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാസറ്റ് ഇട്ട് ലാൽ കേൾപ്പിച്ചു, ഇത് ഞാൻ പാടിയ പാട്ടാണ്, ഈ സിനിമയിലെ പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആറ്റുമണൽ പായയിൽ എന്ന പാട്ട് കേൾപ്പിച്ചു. ഞാൻ അപ്പോൾ മിക്സ് ചെയ്തിട്ട് രതീഷ് കൊണ്ടുവന്ന് കൊടുത്തിട്ടേ ഉള്ളൂ ലാലിന്. ഞാൻ ലാലിനോട് പറഞ്ഞു, ലാൽ ഇത് നിങ്ങൾ പാടിയ ഏറ്റവും മനോഹരമായ പാട്ടാണിത്, അതിഗംഭീരമായിരിക്കുന്നു ഈ പാട്ട്, അതുകൊണ്ട് ഈ മ്യൂസിക് ഡയറക്ടറെ തന്നെ നമുക്ക് നമ്മുടെ പടത്തിലേക്കും വെക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് രതീഷ് ഈ സിനിമയിലേക്ക് വരുന്നത്. എൻ്റെ സിനിമയിലെ സിറ്റുവേഷൻ അനുസരിച്ച് മനോഹരങ്ങളായ പാട്ടുകളാണ് രതീഷ് എനിക്ക് തന്നത്. താങ്ക് യു രതീഷിൻ്റെ ആ വർക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഇനിയും കേട്ടും കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഈ പ്രണയമേ എന്ന ഗാനം എനിക്ക് തോന്നുന്നത് അടുത്ത വർഷത്തെ ഏറ്റവും നല്ല ഗാനമായിരിക്കും. അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇവിടെ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അത് പാടിയവർ പലരെയും എനിക്ക് പരിചയമില്ല, ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല ഇന്നയാൾ പാടണം എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ ചുരുക്കം പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അവരൊക്കെ പാടുകയും ചെയ്തു. അതായിരുന്നു നമ്മുടെ ബിജുവും മഞ്ജരിയൊക്കെ. പിന്നെ പാടിയിരിക്കുന്നതൊക്കെ രതീഷിൻ്റെ തന്നെ ഒരു തിരഞ്ഞെടുപ്പാണ്. രതീഷാണ് പാട്ടുകാരെയൊക്കെ തിരഞ്ഞെടുത്ത്, അതിനകത്ത് ഞാനൊന്നും ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. പക്ഷേ അവരൊക്കെ അതിഗംഭീരമായിട്ട് എല്ലാവരും തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഒരു നാടൻ പാട്ടുണ്ട്, അതെഴുതിയിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് സലാഹുദ്ദീൻ, അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ കേച്ചേരിയാണ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഒരു ടീം വർക്ക് എനിക്ക് ഈ സിനിമയോട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ എഡിറ്റർ, പിന്നെ ആർട്ട് ഡയറക്ടർ, എൻ്റെ കോസ്റ്റ്യൂമർ, മേക്കപ്പ് മാൻ, അങ്ങനെ എല്ലാവരും, പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കൾ, പിന്നെ എൻ്റെ അസിസ്റ്റൻസ്, ടെക്നീഷ്യൻസ്, അതുപോലെ എല്ലാ വേഷങ്ങളും ചെയ്ത ഷാജോൺ, എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നയാളാണ് ഷാജോൺ വളരെ താമസിച്ചാണ് ഈ സിനിമയിൽ വന്നത്. ഷാജോൺ ചെയ്യേണ്ട ഈ വേഷം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സുരാജാണ്. സുരാജിനെ ഫിക്സ് ചെയ്യുകയും സുരാജ് അഭിനയിക്കാൻ തയ്യാറാവുകയും ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സുരാജ് വന്നിട്ട് പറഞ്ഞു, ഈ അടുത്ത് വരാൻ പോകുന്ന ഓൾമോസ്റ്റ് വിഷുവിന് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിൽ ഞാൻ നേരത്തെ ഏറ്റുപോയിരുന്നതാണ്, പക്ഷെ അതെനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ സെയിം ഡേറ്റ് ആണെന്ന്. അങ്ങനെ സൗണ്ട് തോമ എന്ന സിനിമയിൽ അത് എന്നെ കണ്ടുകൊണ്ട് എഴുതിയതാണ് സിദ്ദിഖ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം, കുഴപ്പമില്ല സുരാജ്, നമുക്ക് വീണ്ടും ഒരവസരത്തിൽ വർക്ക് ചെയ്യാമെന്ന് പറയുകയും. അപ്പോൾ റാഫിയും ഷാഫിയും ഉണ്ടായിരുന്നു എന്നോടൊപ്പം. റാഫിയാണ് സജസ്റ്റ് ചെയ്തത് ഈ റോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഷാജോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാജോണിൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല, ചെറിയ ചെറിയ വേഷങ്ങളെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ മൈ ബോസ് എന്ന സിനിമ കാണുകയും സിനിമ കണ്ടിറങ്ങിയ ഉടനെ ഞാൻ ഫിക്സ് ചെയ്തു ഷാജോൺ ഈ വേഷം നന്നായിരിക്കുമെന്ന്.
അതിഗംഭീരമായിട്ട് ഷാജോൺ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഷാജോൺ. അതുപോലെ തന്നെ കുറേ പുതിയ കുട്ടികളുണ്ട്, അവരൊക്കെ ഈ സിനിമയിൽ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ണനുണ്ട്, പിന്നെ ഹഷിമിയുണ്ട്, അതുപോലെ മനു ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര്, പ്രീതി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ഇവരൊക്കെ തന്നെ അവരെല്ലാവരും അവരുടേതായ വേഷങ്ങൾ ഗംഭീരമായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ്. ഈ 12-ാം തീയതി ഈ സിനിമ, എൻ്റെ പതിവ് സിനിമകൾ പോലെ വിഷുവിന് ഈ സിനിമയും വരികയാണ്. എനിക്ക് തന്നിട്ടുള്ള എല്ലാ വിജയങ്ങളും എല്ലാ നന്മകളും സന്തോഷങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ, നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ സിനിമ മാത്രമല്ല, എൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങൾക്കിഷ്ടമുള്ള സിനിമയായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ വന്ന് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സിനിമ യൂണിറ്റിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഈ സ്റ്റോസ്റ്റ് വിജയേട്ടന് നന്ദി പറയുന്നു, ആൻ്റണിയോട് നന്ദി പറയുന്നു. ഞാൻ പുറത്ത് പടം ചെയ്യാതിരിക്കുന്ന ഒരു സംവിധായകനായിരുന്നു വർഷങ്ങളോളം. എൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ ആദ്യത്തെ സിനിമയിൽ ഫാസിൽ സാറും ഔസേപ്പച്ചനുമായിരുന്നു. അത് ഒരു കുടുംബം പോലെയുള്ള അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പച്ചൻ വന്നു. അപ്പച്ചൻ സ്വർഗചിത്ര അപ്പച്ചന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ സിനിമ ചെയ്തിരുന്നത്. പിന്നെ ലാലും എൻ്റെ ഇളയച്ചൻ അസീസ്കയുമായി. അങ്ങനെ ഞാനൊരു കുടുംബ സിനിമ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ആദ്യമായിട്ട് പുറത്തു വന്നത് ബോഡിഗാർഡാണ്. അതിനുശേഷം പിന്നെ പുറത്ത് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. ഞാൻ ഭയന്ന് നിൽക്കുമ്പോഴാണ് ആൻ്റണി വരുന്നതും. അപ്പോഴും ഞാൻ ആൻ്റണിയോട് പറഞ്ഞു, ഇതിങ്ങനെ ഒരു ടെൻഷനുണ്ട് എനിക്ക്. ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഇപ്പോൾ ഒരു പുറത്തൊരു പ്രൊഡ്യൂസറുടെ പടം ചെയ്യാൻ. ഞാനൊരു ഫസ്റ്റ് കോപ്പി ബേസിസിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണി പറഞ്ഞത് അത് സിദ്ദിഖേട്ടൻ്റെ ഇഷ്ടം എന്നാണ്. പക്ഷേ എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും സിദ്ദിഖേട്ടനുണ്ടാവില്ല, അത് ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പ്രൊഡ്യൂസർമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ആൻ്റണി എന്ന് പറയുന്നത്. ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു നല്ല നിർമ്മാതാവ് വരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. നിർമ്മാതാവിൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ഒരു സിനിമയായിട്ട് വരുന്നത്. മനസ്സിൽ ശുദ്ധിയുള്ള, കലയുള്ള, കള്ളത്തരമില്ലാത്ത ഇതുപോലുള്ള നല്ല നിർമ്മാതാക്കൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കും ഇനിയും വലിയ വലിയ സിനിമകൾ ചെയ്യാനും വൻ വിജയങ്ങൾ ഉണ്ടാകാനും ഈ സിനിമ അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ഒരു വലിയ വിജയമാക്കി കൊടുക്കാനും സർവേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.